ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും അല്ല, നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു, രണ്ടാം പെരുന്നാൾക്കല്ല മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കാം. അങ്ങനെ ഒരു ഉച്ചയ്ക്കായപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം തലേ ദിവസം രണ്ടാം പെരുന്നാൾക്ക് ഞങ്ങൾ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു പിറ്റേ ദിവസം നമുക്ക് എന്തായാലും എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകണം. കാരണം ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളുണ്ട്, അതുപോലെ തന്നെ സിനുവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ട്. ഇപ്പോൾ ചെറുപയറിയും നമ്മുടെ ക്യാരറ്റും ബീൻസായിട്ടുള്ള ഉപ്പേരിയും പിന്നെ ചീരുപ്പേരിയും ബീഫ് പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ബ്രദർ വരുന്നില്ല, ആൾക്ക് PC ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാനും വല്യമ്മയും മോമിയും ഈ എൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം തലേ ദിവസം തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്യരുത് എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ നമുക്കെല്ലാവർക്കും. അപ്പം ഇന്ന് രാവിലെ മുതലേ മഴക്കാരൊക്കെ നല്ലോണം മൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്താണെന്നല്ല, ഞങ്ങളെ ഭാഗ്യം കൊണ്ട് അതൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തെൻവീൻ്റെ ഒക്കെ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്ത്. നമ്മൾ നോമ്പിൻ്റെ സമയത്തേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിൻ്റെ ഒക്കെ കാര്യം. പക്ഷെ എവിടേക്കാന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. തെൻവീക്ക് ലീവുള്ള ദിവസം എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെയായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്ത്. പക്ഷേങ്കിൽ സേഫ് ലീവ് എടുത്തുകൊണ്ട് തന്നെ തെൻവീക്ക് ലീവ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു, ഓനും പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ അസീസ് ഖാനെ വിളിച്ചപ്പം ആൾ ഓട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അസീസ് ഖാനെയും കൂട്ടിയിട്ട് നേരെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പൂത്തൂൻ്റെ അവിടെയും കൂടിയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി 2-3 മാങ്ങയ്ക്ക് പറിച്ചു കേട്ടോ. കാരണം ഇവിടെ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയ്ക്ക് പറിച്ചു. പിന്നെ ഉപ്പും മുളകൊക്കെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ട്രിപ്പ് പോവുകയാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വാതിലൊക്കെ പൂട്ടി എല്ലാവരും കൂടി ഇറങ്ങാണ്. അപ്പം സിനു ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. അപ്പം ഞാൻ എത്തുമ്പം തന്നെ അവർ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡിയായി നിൽക്കുകയായിരുന്നു, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ പൂത്തും തന്വയൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ്. അപ്പം ഈ ഒരു ട്രിപ്പിൽ എൻ്റെ ബ്രദറും ഇല്ല, തന്വിയും ഇല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കയറിയതിന് ശേഷം തന്വീനൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഇതാ പൂത്തും മൂമയൊക്കെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. സിനു ഉണ്ടായിരുന്നു, പിന്നെ ഇതാ വല്യമ്മയുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ബേക്കിൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പോവുകയാണ്. അപ്പം പോകുന്ന വൈക്കിൽ ഹിച്ചു നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എസിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഫ്രണ്ടിൽ മൂമാൻ്റെ മടിയിൽ നല്ല ഉറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. കാരണം ചിന്നും കുക്കൊന്നും കരപ്പുഴ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരെ ഫസ്റ്റ് ടൈമാണ് അവരങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ പൂത്തും ഫസ്റ്റ് ടൈം, പൂത്തും അതുപോലെ തന്നെ സിനുവും വല്യമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാനും മൂമ്മയൊക്കെയാണ് പോയിട്ടുള്ളൂ. അപ്പം വല്യമ്മയൊന്നും എവിടത്തേക്കും അങ്ങനെ ഇറങ്ങലില്ല കേട്ടോ. ആളെപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ആൾക്കൊരു മൂഡായിട്ടുണ്ടോ. ഞാൻ കുറേ പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ട് ആളെ കൂട്ടിയതാണ്. കാരണം വല്യമ്മ മാത്രം പൊരലിരിക്കുമ്പം നമുക്കൊരു ഇടങ്ങാറില്ല. അപ്പം പിന്നെ വല്യമ്മാനോടും കൂടി അങ്ങനെ പറഞ്ഞ് ആളെയും കൂടിയും കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാരൊക്കെ നല്ലോണം മൂടുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളൊന്ന് പേടിച്ചു, കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങുകയാണോ കേട്ടോ. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടോ ഈ ഒരു ട്രിപ്പ്. അപ്പം അടിപൊളിയായി ട്രിപ്പ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിലും അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇച്ചു അവിടെ എത്തിയപ്പം തന്നെ ആൾ എണീറ്റു കേട്ടോ. കാരണം ആളൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ മാത്രമാണ് ഓനക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓൻ്റെ ഉറക്കിൻ്റെ പിച്ചും അതുപോലെ തന്നെ ഒരു വാശിയൊക്കെ മാറണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പിന്നെ അസീസ്ക വണ്ടിയൊക്കെ നിർത്തി, ആൾ അകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അസീസ്ക പുറത്ത് തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആൾക്ക് വേറെ എന്തോ ആരെ കാണാനോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ആൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ എന്താക്കി, അകത്തെല്ലാവരും കൂടി പോയി. പിന്നെ അതാ ടിക്കറ്റ് എടുക്കാണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയാണ് കേട്ടോ ഇപ്പം ഇവിടെ. പക്ഷേങ്കിൽ നല്ല ആൾക്കാരും ഉണ്ട്, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് അകത്തേക്ക് പോവാണ്. അപ്പം ഇവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിന്നൂനാണെങ്കിലും കുക്കൂനും സിനുവിനൊക്കെ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ സിനു പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ക്യാമറ ഒക്കെ വാങ്ങിയിട്ട് ആൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ കുറേ വീഡിയോസ് സിനുവും കുറേ വീഡിയോസ് ഞാനും, ഞങ്ങൾ രണ്ടുപേരും പകുതിയൊക്കെ ആയിട്ട് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. പിന്നെ നമ്മൾ കയറിയവിടെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അറിയാത്തവർ മുൻഷിറ എന്നാണ് കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം അപ്ഡേഷനൊക്കെ ഇടലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഇരുന്നിട്ട് കുറച്ച് ഒരു 3-4 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരും കൂടി ഇന്നിപ്പോൾ നല്ല ക്ലിയറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇതാ ഇച്ചുവിനെ കുറുമ്പൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടൊന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം താഴെത്തുമ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇനിയിപ്പം ഇതിൽ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മളെത്തിയ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേങ്കിൽ കുറച്ചൊരു റഷ് കുറവുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര
ഭയങ്കര റഷ് ചെയ്യുന്നു കേട്ടോ. കാരണം ഈവനിങ് ടൈമാണ് എല്ലാവരും ഇറങ്ങുക. ഞങ്ങൾ 2:30 ആയപ്പോയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 3 മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിട്ടോ, കാരാപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് എല്ലാവരും കൂടി നടക്കുന്നുണ്ട്. കാരണം ഇവരൊന്നും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ പ്ലാന്റ്സും ചെടികളും കാര്യങ്ങളൊക്കെ രണ്ടാമതിപ്പം നട്ട് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ബാഗ് കുറച്ച് നേരം ഒരുക്കിടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിന്നുവിനോ കുക്കുവിനോ ഇടാൻ കൊടുത്തു. കാരണം ഇച്ചു എൻ്റെ ഒക്കത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എസ എണീറ്റിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ആൾ ഫുൾ കരച്ചിലിരുന്നു എൻ്റെ അടുത്ത് വരാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഞാൻ എസനെടുത്തു. ഇച്ചു പിന്നെ മൂമ്മാൻ്റെ ഒപ്പം ആയിരുന്നു കേട്ടോ. മൂമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം ആടെ റെഡി ആയിട്ടോ. കുറച്ചൊന്ന് നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പം ആളെ ഓക്കെ ആയിട്ടോ ഇച്ചു. അപ്പോൾ കുറച്ചൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ അതാ ഞങ്ങൾ ഓരോ സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഐസ്ക്രീമും പോപ്കോണൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഞങ്ങൾ ഐസ്ക്രീം അയച്ചുവിന് ഐസ്ക്രീം വാങ്ങി, ഞങ്ങളൊന്ന് വാങ്ങിയിട്ടുണ്ട്. കാരണം ഭയങ്കര റേറ്റ് ചെയ്യുന്നു കേട്ടോ. 50 കുറഞ്ഞ ഐസ്ക്രീം ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ സാധാ ചോക്കോബാറിന് പോലും 50, 60, 80 ഒക്കെ രൂപയാണ് കേട്ടോ. ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താക്കി ഇച്ചുവിന് വാങ്ങിക്കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു പോപ്കോണും വാങ്ങിട്ടോ. പോപ്കോണും നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നമ്മളെന്താ എല്ലാവർക്കും കൂടിയിട്ട് ഒരു പോപ്കോണും കഴിക്കുക. പിന്നെ ഐസ്ക്രീം ഒന്നും വാങ്ങിട്ടോ ഇച്ചുവിന്. പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് നിന്നു കേട്ടോ. നമ്മളെല്ലാവരും ഐസ്ക്രീം വാങ്ങിയിട്ട് അപ്പോൾ കയറി വന്ന ആ ഭാഗത്ത് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അപ്പം അത് അവിടെ ആരും അധികം കയറാണ്ടിരിക്കുക കേട്ടോ. കാരണം അത്ര റേറ്റിന് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടേക്ക് നടന്നാൽ വേറൊരു കടയിൽ റേറ്റ് കുറഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ കിഡ്സിൻ്റെ റൈഡ്സിൻ്റെ ഒക്കെ അവിടെ എത്തി. ഊരുന്ന സ്ഥലം അവിടെ കേട്ടോ. പക്ഷേങ്കിൽ ആരും ഊരുന്നതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇച്ചു പിന്നെ ഉറങ്ങി എണീറ്റൻ്റെ ഹാങ് ഓവർ. പിന്നെ സിനു ആള് വലിയ കുട്ടിയായി എന്നുള്ള, ഞാൻ വലിയ ചെക്കനായി, എനിക്ക് അതിലൊന്നും കയറണ്ടെന്നുള്ളതായിരുന്നു. പിന്നെ ചിന്നുവിനും കുക്കുവിനും ഓർക്കും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഇച്ചു ഐസ്ക്രീമും കഴിച്ചു, ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു റൈഡ്സിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും മഴക്കാറൊക്കെ മൂടി കുറച്ച് ഒരു വെയിലൊക്കെ അരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നു, ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് മഴക്കാറൊക്കെ പോയി കേട്ടോ. പിന്നെ ഇവിടെ എക്സ്ട്രാ കുറേ റൈഡ്സും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വരുമ്പം ഇവിടെ സിപ്പ് ലൈനും അതുപോലെ തന്നെ എന്താ പറയുക ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്വിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു റൈഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ റൈഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ റൈഡ്സിൽ കയറാൻ വേണ്ടി കുറേ നേരം നിന്നു. പക്ഷേങ്കിൽ മക്കൾക്കെല്ലാവർക്കും 3 ഇഷ്ടങ്ങളായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ്. 2 പേരും കൂടി ഒരുമിച്ചിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം 2 ആളും കൂടി ഒരുമിച്ചിട്ടില്ല, 3 ആളും കൂടി ഒന്നിൽ കയറിക്കോന്ന് പറഞ്ഞപ്പം ആർക്കും കയറണ്ടെന്നായിരുന്നു കേട്ടോ. ഒരിക്കൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ താല്പര്യവും ഇല്ല കേട്ടോ. അപ്പം പിന്നെ അതിൽ കയറാൻ നിന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കയറാൻ തന്നെ വന്നു. പക്ഷേങ്കിൽ പിന്നെയും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഹട്ട് പോലത്തെ ഒരു സ്ഥലം അവിടെ ഇരുന്നിട്ട് പിന്നെ അപ്പം കഴിക്കാണ്ടോ. ഞാൻ നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം വെച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊക്കെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നെയ്യപ്പം കഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചുവിന് മാങ്ങ മതി എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഒരു 2-3 കഷ്ണം മാങ്ങയും കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിന്നും കുക്കും ഈ ഒരു ടൈമിൽ അവരോട് ടവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. ടവറല്ല, സോറി, ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ കയറുകൊണ്ട് കുറേ പ്രാവശ്യം നമ്മൾ വന്നതില്ല. അപ്പോൾ ഞാൻ അവരോട് ചിന്നും കുക്കും സിനും അവരോട് പോകാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവർ 3 പേരും പോയി കണ്ടുവന്നു. പിന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ഒരു ഐസ്ക്രീം കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. അവിടെ അപ്പം അവിടുന്ന് ആരും വാങ്ങാണ്ടിരിക്കുക, ഇവിടെ വന്നിട്ട് വാങ്ങട്ടോ. ഇവിടെ 20, 25 ആ ഒരു റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിന് 25 ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ വാനിലയും സ്ട്രോബെറിയും പിസ്തേൻ്റെ 3 ഫ്ലേവർ ഇറങ്ങിയിട്ടുള്ള ഐസ്ക്രീം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എണീക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ വന്നപ്പോൾ മുതലേ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ പൂത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ ഫുഡിൻ്റെ കാര്യം മാത്രമാണോ ചിന്ത കേട്ടോ. കാരണം അതൊക്കെ കഴിച്ചാൽ നമ്മൾ ബേഗിൻ്റെ വെയിറ്റ് ഒക്കെ കുറയുള്ളൂ കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ബേഗ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊടയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴയാണെങ്കിൽ കുട്ടികളൊക്കെ തണുപ്പിക്കുന്ന ഇടങ്ങാറല്ലേ വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഫുള്ളും കണ്ടു നടന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഡാമിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ അടുത്തുനിന്ന് നടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെ വന്നാലും ഫോട്ടോസ് നമ്മളെ മുഖ്യമാണല്ലോ. എവിടെ പോയാലും ഇങ്ങോട്ടേക്ക് നടന്നാലും നമ്മൾ ഫോട്ടോസ് എന്തായാലും എടുക്കും. പിന്നെ എല്ലാവരും കൂടി ചെന്ന ഫോട്ടോസ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇച്ചുതാ ഓടുന്നുണ്ട് കേട്ടോ. ആടെ ഇപ്പോഴാണൊന്ന് ആൾക്ക് എനർജി ഒക്കെ ആയത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആളൊരു ഉഷാറൊക്കെ ആയി. പിന്നെ അതാ ഈ ഒരു
ഭാഗത്തായിട്ടാണ് നമ്മളെല്ലാവരും നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ക്ലോസ്ഡ് ആക്കിയിട്ട് കേട്ടോ, കാരണം എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എൻ്റെ വരെ നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പകുതി വരെയും നമ്മൾ നടന്നിട്ടുള്ളൂ. പിന്നെ അത് ഓരോ സ്ഥലത്തേക്കും ഓടുന്നുണ്ട്, കാരണം സിനു പറഞ്ഞു അവിടെ നിന്നാൽ നല്ല ഭംഗി ഉണ്ടാവും ഫോട്ടോ എടുക്കാൻ, ഇവിടെ നിന്നാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടും ഒരു പുല്ലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റ് മാത്രമല്ല, നമ്മൾ എന്താണ് മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഉപ്പും മുളകുമാക്കി കഴിക്കാനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതാണ് മെയിൻ ലക്ഷ്യം. ഞാൻ വന്നപ്പം മുതലേ പറയുന്നുണ്ടായിരുന്നു പുല്ലിൻ്റെ മുകളിൽ നിന്നിട്ട് വേണം നമുക്ക് മാങ്ങ കഴിക്കാൻ കേട്ടോ. അപ്പം വരുമ്പം തന്നെ ഈ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തന്നെ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇതാ ബുഷിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്നിട്ട് നമ്മുടെ ഇനി പുല്ലിൻ്റെ അവിടെ ഇരിക്കാൻ നിൽക്കാം കേട്ടോ. അപ്പം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര തിടുക്കിയിരുന്നു, കാരണം പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ആദ്യം പച്ചമാങ്ങ കഴിക്കാം, എന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ നിന്നിട്ടോ. അങ്ങനെ ഉപ്പും മുളകൊക്കെ ആക്കി നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇന്ന് കഴിക്കാൻ. അപ്പോൾ ഏതൊക്കെ ഇച്ചുവിനും ഓരോ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കൈ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട്. എത്ര പെട്ടെന്ന് കവർത്ത കഴിഞ്ഞെന്ന് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും സിംഗിളായിട്ടും അതുപോലെ തന്നെ ഫാമിലി ഫോട്ടോസും പിന്നെ ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും ഒക്കെ ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ വരുന്ന വേക്കിൽ ഇതാ കുറേ ബോട്ടിൻ്റെ ഷേപ്പിലും താറാവിൻ്റെ ഷേപ്പിലൊക്കെ ബുഷുകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളത് നേരെ തിരിച്ച് വരികയാണ് കേട്ടോ, കാരണം സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങിയാലാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ആർക്കും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ വന്നത് ഓട്ടോ വിളിച്ചിട്ടില്ല, അപ്പം വെയിറ്റിംഗ് ചാർജൊക്കെ നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇറങ്ങാണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഇക്കാൻ്റെ ഒപ്പയ്ക്ക് വന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ആൾക്ക് ലീവ് ഉണ്ടായിരുന്നില്ല, കാരണം പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ആൾ മൂന്നാർ ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ ലീവ് എടുക്കാൻ പറ്റുമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ സമയം 6 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു സമയത്ത് വരെ 1/2 മണിക്കൂറും കൊണ്ട് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തും ചെയ്യും കേട്ടോ. അതിതാ തിരിച്ച് പോവുകയാണ്. അപ്പം നമ്മൾ പോയതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഒന്ന് കുഴങ്ങിട്ടോ, ഇച്ചും കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചു പിന്നെതാ വെറുതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ഐസ്ക്രീമും 2-3 3 കഴിച്ചു, പിന്നെ അപ്പം കഴിച്ചു, മാങ്ങ കഴിച്ചു, എല്ലാം നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ വരുന്ന വഴിക്കിൽ എന്തായാലും ഒരു ചായ, വൈകുന്നേരത്തെ ചായ അത് നമുക്ക് മുഖ്യമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കുടിച്ചിതാ ചായയൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം സീനു ലൈം സോഡയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാക്കി എല്ലാവരും ചായ ആയിരുന്നു. പിന്നെ ഓരോരുത്തരും ഓരോ കടികളായിരുന്നു കേട്ടോ പറഞ്ഞത്, വേറെ കടികളായിരുന്നു. ഞാനും ചിന്നും കുക്കൊക്കെ ബ്രെഡ് പോക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളെ പോക്കറ്റ് ഷവർമ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്നാക്കും, പിന്നെ കുറച്ച് ആൾക്കാർ ഉന്നക്കായി, പിന്നെ ഒരു സമൂസ, പിന്നെ ചിക്കൻ റോള്, അങ്ങനെ ഓരോരുത്തരും ഓരോന്നായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതാ ഒരുമിച്ച് ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്നാക്സ് എത്തിയിട്ടുണ്ട്, പക്ഷേ ചായ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം സ്നാക്സ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചായ എത്തിയിട്ടും, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഭാഗത്ത് നല്ല ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ബേക്കറി ഷോപ്പിലൊക്കെ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. അപ്പം ചെറുതായിട്ടൊരു ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു മഴ, പക്ഷേ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വരുന്ന വെഹിക്കിൽ ചോക്കോബാർ വീണ്ടും വാങ്ങിട്ടോ, നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളായിരുന്നു കേട്ടോ, ചിന്നുനും കുക്കൂനും കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇച്ചുവിനും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവരതൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ പച്ചിലക്കാട് എത്തിയപ്പം പൂത്തൂനും സിനുവിനും നമ്മൾ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പം കൈതക്കിലേക്ക് പോവുകയാണ്. അപ്പം അസീസ്കാക്കും വേഗം എത്തണമായിരുന്നു കേട്ടോ, പനമരത്ത് എത്താനുള്ള തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ പനമരത്തേക്ക് വന്നിട്ട് കറക്റ്റ് 6:27 ആയപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞു ട്രിപ്പ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബ്രദറിനോട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.